back again. Okay, so I think it's running. So let's before we define what process and threads, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയാൻ വേണ്ടി let me tell a story. ഒരു കഥയുടെ ഒരു എന്താ പറയുക ഓവർവ്യൂ. അതായത് ഈ കഥയുടെ പേരാണ് ജാവ ദ്വീപിലെ നൂലുകൾ, ത്രെഡ്സ് ഇൻ ജാവ. ഈ കഥയിൽ മെയിനായിട്ടൊരു കഥാപാത്രമുണ്ട്. അതായത് ഒരു കുടുംബം, മലയാളി കുടുംബം ജാവ ദ്വീപിൽ ജീവിക്കുന്നു. ഈ കുടുംബത്തിലെ അച്ഛൻ്റെ പേരാണ് അഞ്ഞൂറാൻ. അഞ്ഞൂറാന് 4 മക്കളാണ്. അമ്മയെ തൽക്കാലം കഥാപാത്ര സൃഷ്ടിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. അപ്പം ഈ കഥയും കഥാപാത്രവും തികച്ചും സാങ്കല്പികമാണ്. ജീവിതത്തിലോ മരിച്ചവരോ ആയോ ആരെങ്കിലും സാദൃശ്യമുണ്ടെങ്കിൽ അത് തീർച്ചയായും യാഥാർത്ഥ്യം മാത്രമാണ്. അപ്പം അച്ഛൻ്റെ പേര് അഞ്ഞൂറാൻ, അച്ഛന് 4 മക്കള്, ജോസുകുട്ടി, തോമസ് കുട്ടി, മായൻകുട്ടി ആൻഡ് ഒരു ജോസുകുട്ടി, തോമസ് കുട്ടി, മായൻകുട്ടി, 3 മക്കൾ. ഓക്കെ, ഒരു മായൻകുട്ടി എന്ന് പറയുന്ന ആളാണ് ഏറ്റവും മൂത്ത ആൾ. ഓക്കെ, അപ്പം അഞ്ഞൂറാൻ മക്കൾക്ക് ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ ചെയ്യാൻ കൊടുക്കും. ഇതിൽ അഞ്ഞൂറാൻ എന്ന് പറയുന്നതാണ് മെയിൻ പ്രോഗ്രാം. ഓക്കെ, ആൻഡ് മക്കൾ എന്ന് പറയുന്നത് വിൽ സീ വാട്ട് ദാറ്റ് ഇൻ വെൻ വി ഗോ അലോങ്. ഓക്കെ, സോ അഞ്ഞൂറാന് ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ ചെയ്യാനുള്ളത് അഞ്ഞൂറാൻ കുറച്ച് കാര്യം ചെയ്യും, ബാക്കിയുള്ള കാര്യങ്ങൾ മക്കൾക്ക് കൊടുക്കും. മക്കളത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മകനോ മക്കൾക്കോ കൊടുക്കും. അവരത് അതിൻ്റെ ബാക്കി ഭാഗം ചെയ്യും. സോ വിൽ സി ഈ കഥ എങ്ങനെ പ്രോഗ്രസ് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. അപ്പം ഇതിനകത്ത് പല ഗസ്റ്റ് അപ്പിയറൻസും വരുന്നുണ്ട്. സോ വിൽ സി. സോ ഈ കഥയുടെ ബേസിക് കഥാപാത്രങ്ങൾ ഓർത്തിരിക്കുക, കാരണം വിൽ ബി കോർഡിനേറ്റിംഗ് മെനി ഓഫ് ദം വിത്ത് അവർ സ്ലൈഡ്സ്. So process is a program, and processes can be divided into sub-processes or sub-programs. Program എന്ന് പറഞ്ഞാൽ we know that is a lines of code. പല lines of code ആണ്. Okay, now I can divide this code into multiple processes. Okay, so there is a very big program, and this program might be doing different higher levels of task. ഒരു ടാസ്ക് ആവില്ല, പല ലെവലിലുള്ള ടാസ്ക് ആകും. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ആൻഡ്രോയിഡ് പ്രോഗ്രാം എഴുതുകയാണെങ്കിൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു വീഡിയോ ഡൗൺലോഡ് ചെയ്യുന്ന പ്രോഗ്രാമാണ്. അപ്പോൾ നിങ്ങൾക്കൊരു യൂസർ ഇൻ്റർഫേസ് വേണം. യൂസർ ഇൻ്റർഫേസ് ഒരു പ്രോഗ്രാമാണ്. വീഡിയോ ഡൗൺലോഡ് ചെയ്യാനുള്ള സർവീസ് വേറെ പ്രോഗ്രാമാണ്. ആ വീഡിയോ കാണിക്കാനുള്ള ഒരു ആപ്ലിക്കേഷൻ വേറെ പ്രോഗ്രാമാണ്. സോ ബേസിക്കലി ആ ഒരു കംപ്ലീറ്റ് പ്രോഗ്രാമിനെ നമുക്ക് മൾട്ടിപ്പിൾ ടാസ്ക്കായി ഡിവൈഡ് ചെയ്യാം. ഈ ഓരോ ടാസ്കും നമുക്കൊരു പ്രോസസ് ആക്കാം. ഓക്കെ, മൾട്ടി ത്രെഡിംഗ് ഈസ് എ കൺസെപ്ച്വൽ പ്രോഗ്രാമിംഗ് പാരഡൈം where a process is divided into 2 or more sub-processes which can be executed at the same time in parallel. അപ്പം ഒരൊറ്റ പ്രോഗ്രാം, ഈ പ്രോഗ്രാമെ ഞാൻ പല സ്മോൾ പ്രോഗ്രാംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഇപ്പോൾ ഒരു പ്രോസസ്സുണ്ട്, പ്രോസസ്സ് ഒരു പ്രോഗ്രാം എന്ന് വിചാരിക്കാം. ഈ പ്രോസസ്സിനെ ഞാൻ പല സബ് പ്രോസസ്സായിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, ഈ ഓരോ സബ് പ്രോസസ്സിനെയും പറയുന്ന പേരാണ് ത്രെഡ്. ഓക്കെ, ഒരു പ്രോഗ്രാം എക്സിക്യൂട്ടീവ് സ്റ്റാർട്ട് ചെയ്യുന്നു, ഞാൻ ഇതിനെ 2 ത്രെഡ്സായി ഡിവൈഡ് ചെയ്യുന്നു. 2 ത്രെഡും പാരലായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നു. വേണമെങ്കിൽ ഈ ഓരോ ത്രെഡിനും എനിക്ക് വീണ്ടും 2ആയി ഡിവൈഡ് ചെയ്യാം, അതും വീണ്ടും പാരലായിട്ട് എക്സിക്യൂട്ട് ചെയ്യും. അതുപോലെ അടുത്ത ത്രെഡ് 2 പാരലായിട്ട് ഡിവൈഡ് ചെയ്യാം, വീണ്ടും പാരലായിട്ട് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, ഇങ്ങനെയുള്ള പാരലൽ എക്സിക്യൂഷൻ ചെയ്യുന്ന പ്രോസസ്സിനെ അല്ലെങ്കിൽ പ്രോഗ്രാമിനെ പറയുന്ന പേരാണ് ത്രെഡ്. പാരലൽ എക്സിക്യൂഷൻ എന്ന് പറയുന്നത് ഐഡിയലി പോസിബിൾ അല്ല, കാരണം 2 പാരലായിട്ട് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ പ്രോസസ്സേഴ്സ് വേണം. അപ്പോൾ ഒരൊറ്റ സിംഗിൾ പ്രോസസ്സർ ആണെങ്കിൽ പാരലായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നൊരു തോന്നൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനകത്ത് നടക്കുന്ന എക്സിക്യൂഷൻ സീക്വൻഷ്യൽ തന്നെയാണ്. ഓക്കെ, ബട്ട് വി സേ ഇറ്റ് ഈസ് ഇൻ പാരലൽ ബിക്കോസ് both the programs or both the threads will execute at the finish at the same time. So Java program discussed so far has a single sequential flow. Single sequential flow എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ലൈൻ ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നു, അത് എക്സിക്യൂട്ട് ചെയ്യുന്ന അടുത്ത ലൈൻ ഓഫ് കോഡിലേക്ക് വരുന്നു,
അത് എക്സിക്യൂട്ട് ചെയ്യുന്ന അടുത്ത ലൈൻ ഓഫ് കോഡ്. ഇതാണ് സിംഗിൾ സീക്വൻഷ്യൽ ഫ്ലോ കൺട്രോൾ. അതായത് ഒരെണ്ണം എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്തതിലേക്ക് വരുള്ളൂ, അത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്തേക്ക് വരുള്ളൂ. എ ത്രെഡ് ഈസ് സിമിലർ ടു എ പ്രോഗ്രാം ദാറ്റ് ഈസ് എ സിംഗിൾ ഫ്ലോ കൺട്രോൾ. ത്രെഡ് എന്ന് പറയുന്നതും ഈ സെയിം ടൈപ്പ് ഓഫ് പ്രോഗ്രാമാണ്. അതിനും സിംഗിൾ സീക്വൻഷ്യൽ എക്സിക്യൂഷൻ ആണ്. അതായത് ഒരു ത്രെഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് വിൽ എക്സിക്യൂട്ട് സീക്വൻഷ്യലി. ഫസ്റ്റ് ലൈൻ, സെക്കൻഡ് ലൈൻ, തേർഡ് ലൈൻ, ഫോർത്ത് ലൈൻ, അങ്ങനെ പോകും. ഓക്കെ. എ ത്രെഡ് ഹാസ് എ ബിഗിനിങ്, എ ബോഡി ആൻഡ് എൻ എൻഡ്, എക്സിക്യൂട്ട്സ് കമാൻഡ് സീക്വൻഷ്യലി. അപ്പോൾ ത്രെഡിന് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ട്, ഒരു ബോഡി ഉണ്ട്, ആൻഡ് വാട്ട് എവർ ഈസ് ഇൻസൈഡ് ദ ത്രെഡ് എക്സിക്യൂട്ട്സ് വൺ ബൈ വൺ. ഫസ്റ്റ് ലൈൻ, സെക്കൻഡ് ലൈൻ, തേർഡ് ലൈൻ. All main programs we have seen till now is single threaded process. ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള എല്ലാ പ്രോഗ്രാംസും സിംഗിൾ ത്രെഡ് ആണ്. Java enables us to use multiple flows of control in developing programs. Each flow of control may be thought of as a separate tiny program known as a thread that runs in parallel to others. അപ്പം ജാവയിൽ we have an option to divert one program or split a program into multiple programs, and these two programs will run in parallel, and the splitting and the new programs are called as threads. Okay, so എന്തുകൊണ്ടാണ് അത് പാരലൽ എന്ന് പറയാൻ കാരണം എന്നുള്ളത് I will explain. So നിങ്ങളുടെ CPU നകത്ത് assume that you have only one processor. Okay, let's say it is a Pentium processor. Core 2 Duo i3 i5 i7 ഒക്കെ വരുന്നതിന് മുമ്പ് it was Pentium. It is a single processor. ആ സിംഗിൾ പ്രോസസ്സറിനകത്ത് യു മൈറ്റ് ഹാവ് ഓൺലി വൺ ALU, അല്ലെങ്കിൽ ഒരു ബ്രെയിനേ ഉള്ളത്. അപ്പോൾ എന്തൊക്കെ എക്സിക്യൂഷൻ നടക്കുന്നോ അത് ഈ ALU വെച്ചിട്ടാണ്. സോ ഇൻ ദിസ് കേസ് നമ്മൾ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നത് ബേസിക്കലി ഈ ബ്രെയിനകത്താണ്, കൺട്രോൾ യൂണിറ്റിനകത്ത് ALU-നകത്താണ് ബേസിക്കലി ഈ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ നടക്കുന്നത്. ഒരു ALU ഉള്ളത് കാരണം നമുക്ക് ഒരു പ്രോഗ്രാം രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്താലും ഈ രണ്ട് പ്രോഗ്രാമും ഒരു ALU തന്നെ എക്സിക്യൂട്ട് ചെയ്യണം. So what it does is, it is doing something called as a time slicing. Okay. So we'll see that in a minute. So there is something called as a main thread. Okay. നിങ്ങളൊരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പം നിങ്ങളൊരു പ്രോഗ്രാം ജാവ പ്രോഗ്രാം എഴുതി. ഓക്കെ. അപ്പം നിങ്ങൾ ഫസ്റ്റ് ലൈൻ എഴുതി, സെക്കൻഡ് ലൈൻ എഴുതി, തേർഡ് എഴുതി. അപ്പം ഈ ഫസ്റ്റ് ലൈൻ എക്സിക്യൂട്ട് ചെയ്തു, സെക്കൻഡ് ലൈൻ എക്സിക്യൂട്ട് ചെയ്തു, തേർഡ് ലൈൻ എക്സിക്യൂട്ട് ചെയ്തു. ദിസ് ഇസ് കോൾഡ് ആസ് എ മെയിൻ ത്രെഡ്. അതായത് മെയിൻ ആയിട്ട് തുടക്കം മുതലേ റൺ ചെയ്യുന്ന പ്രോസസ്സ് പ്രോഗ്രാമിനെ പറയുന്ന പേരാണ് മെയിൻ ത്രെഡ്. ഇനി ഇവിടെ വന്നു കഴിയുമ്പം ഇപ്പോൾ ഫോർത്ത് ലൈനിൽ വെച്ചിട്ട് നിങ്ങൾ പറയാണ് ഈ പ്രോഗ്രാമിനകത്ത് യു ക്യാൻ ക്രിയേറ്റ് എ ത്രെഡ്. അപ്പോൾ ഇവിടെ വെച്ച് നിങ്ങളൊരു ത്രെഡ് ക്രിയേറ്റ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഹാവ് ഡിവൈഡഡ് ദ പ്രോഗ്രാം ഇൻ ടു 2. ഓക്കെ, ഓർ ഇൻ ദിസ് കേസ് യു ഹാവ് ഡിവൈഡഡ് ദ പ്രോഗ്രാം ഇൻ ടു 3. മെയിൻ ആയിട്ടൊരു കോഡ് റൺ ചെയ്യുന്നുണ്ട്, അതായത് അതേപോലെ റൺ ആവും. അതിന് കൂടാതെ നിങ്ങൾ ഒരു ത്രെഡ് ക്രിയേറ്റ് ചെയ്തു A, വേറൊരു ത്രെഡ് ക്രിയേറ്റ് ചെയ്തു B, വേറൊരു ത്രെഡ് ക്രിയേറ്റ് ചെയ്തു C. ഇത് മൂന്നും പ്രോഗ്രാംസ് ആണ്. ഓക്കെ, പക്ഷേ ഈ പ്രോഗ്രാം ത്രെഡ് A ചെയ്യുന്ന ടാസ്കും B ചെയ്യുന്ന ടാസ്കും C ചെയ്യുന്ന ടാസ്കും ഡിഫറെൻ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ആണെങ്കിൽ ത്രെഡ് A ചിലപ്പം യൂസർ ഇൻ്റർഫേസിന് വേണ്ടിയായിരിക്കും, ത്രെഡ് B ചിലപ്പം വീഡിയോ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയായിരിക്കും, ത്രെഡ് C ചിലപ്പം വീഡിയോ പ്ലേ ചെയ്യാൻ വേണ്ടിയായിരിക്കും. ഓക്കെ, ഇത് മൂന്നും ഡിഫറെൻറ്റ് ത്രെഡ് ആയിട്ടുണ്ടാവും. ഇത് ഐഡിയലി സ്പീക്കിംഗ് ദീസ് ആർ റണ്ണിങ് ഇൻ പാരലൽ. ഐഡിയലി സ്പീക്കിംഗ് എന്ന് പറയുന്ന കാരണം ഒരു പെർഫെക്റ്റ് വേൾഡിനകത്ത് ഇത് മൂന്നും പാരലായിട്ടാണ് റൺ ചെയ്യുന്നത്. പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഒരൊറ്റ ALU ഉള്ളൂ. സോ ഹൗ ക്യാൻ യു റൺ എ പ്രോഗ്രാം 3 programs in parallel in single ALU? That is not possible. So what you do is, you do something called as a time slicing. ആദ്യം ത്രെഡ് A എക്സിക്യൂട്ട് ചെയ്തു. ത്രെഡ് A എക്സിക്യൂട്ട് ചെയ്യാൻ ചിലപ്പം ഫുൾ കംപ്ലീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ ലെറ്റ്സ് സേ യു നീഡ് സംതിങ് അറൌണ്ട് 100 microseconds വേണമെന്ന് വിചാരിക്കുക. ത്രെഡ് B എക്സിക്യൂട്ട് ചെയ്യാൻ assume that you need something around 200 microseconds. ത്രെഡ് C എക്സിക്യൂട്ട് ചെയ്യാൻ assume that you need something around 50 microseconds. ഇത്രയാണ് ആ കംപ്ലീറ്റ് കോഡ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടത്. സോ വാട്ട് ALU വിൽ ഡു ഈസ് ദിസ്. ആദ്യത്തെ 10 മൈക്രോസെക്കൻഡ് ത്രെഡ് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, നൗ ത്രെഡ് ഈസ് നോട്ട് ഫിനിഷ്, കാരണം 10 മൈക്രോസെക്കൻഡ് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളൂ. ദെൻ ഇറ്റ് വിൽ ഗീവ് ആക്സസ് ടു ത്രെഡ് B. ഇറ്റ് വിൽ സ്റ്റാർട്ട് എക്സിക്യൂട്ടിങ് ത്രെഡ് B അടുത്ത 10 മൈക്രോസെക്കൻഡ്. ഇപ്പോഴും
എയും ബിയും ഫിനിഷ് ആയിട്ടില്ല. പക്ഷേ എന്നിരുന്നാലും ബി സ്റ്റോപ്പ് ചെയ്തിട്ട് സിയിലേക്ക് ഇതിന് കൺട്രോൾ പോകും. എന്നിട്ട് അടുത്ത 10 മൈക്രോ സെക്കൻഡ് സിയിലേക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറയും. ഓക്കെ, സോ ദിസ് switching from A to B is called as context switching, or simply called as switching. അതാണിത്. എ കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് അല്ലെങ്കിൽ എ എക്സിക്യൂട്ട് ഇത്രയും സമയം എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കലി ബിയിലേക്ക് എക്സിക്യൂട്ട് ആവും. എ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടില്ല, കഴിയാതെയാണ് ബിയിലേക്ക് പോകുന്നത്. And you say you have switched from thread A to thread B. Now B start executing, B 10 microsecond execute ചെയ്ത് കഴിഞ്ഞിട്ട് it will switch to C. So you have said that thread B switch to thread C, and thread C will execute for 10 microsecond. Now the time that I specified, which is 10 microsecond, need not be always same for all the threads. കാരണം ചിലപ്പം B 5 microsecond execute ചെയ്യുള്ളൂ, C 1 microsecond execute ചെയ്യുള്ളൂ. That depends on lot of factors. Now the question is, who will decide when thread A will switch to thread B? Thread A നിന്ന് thread B ലേക്ക് പോകണം, എപ്പോൾ പോകണം, എങ്ങനെ പോകണം എന്ന് ഡിസൈഡ് ചെയ്യുന്നത് ആരാണ്? That is decided by the operating system usually. ജാവയുടെ കേസിലാണെങ്കിൽ ജാവ ഇന്റർപ്രറ്റർ. അവരാണ് തീരുമാനിക്കുന്നത് when it should go from one thread to other. And this is called as context switching. So sometimes it might happen that even though A has started first, C will finish executing first because it needs only 50 microseconds. അത് കഴിഞ്ഞ് ചിലപ്പോൾ A finish ചെയ്യാം, അത് കഴിഞ്ഞ് ചിലപ്പോൾ B finish ചെയ്യാം. So you see that the program is sequential execution, but because of switching between the threads, the program which has less time will execute it first. Okay, so we'll see all these details. So we'll need to know what is the difference between a threading and tasking. But threading എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ basically you can say that ഒരു സിംഗിൾ ടാസ്കിനെ മൾട്ടിപ്പിൾ ടാസ്ക് ആയി ഡിവൈഡ് ചെയ്യുന്നു, അതാണ് ത്രെഡിങ്. മൾട്ടി ടാസ്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ടാസ്ക് പാരലൽ എക്സിക്യൂട്ട് ചെയ്യും. മൾട്ടി ത്രെഡിങ് is a process in which a program or a process divided into 2 or more sub-programs or thread and are executed in parallel. Multitasking is an operating system concept, OS concept ആണ്, which multiple tasks are performed simultaneously. അതായത് ഇത് സിംഗിൾ ടാസ്ക് ആണ് മൾട്ടി ത്രെഡിങ്. മൾട്ടി ടാസ്കിങ് ഈസ് എ മൾട്ടി ടാസ്ക്, ആ പേരിൽ തന്നെയുണ്ട്. ഓക്കെ, മൾട്ടി ത്രെഡിങ് സപ്പോർട്ട്സ് എക്സിക്യൂഷൻ ഓഫ് മൾട്ടിപ്പിൾ പാർട്സ് ഓഫ് എ സിംഗിൾ പ്രോഗ്രാം സൈമിൾട്ടേനിയസ്ലി. ഒരൊറ്റ സിംഗിൾ പ്രോഗ്രാമിന്റെ പല പല പാർട്സ് പാരലായിട്ട് എക്സിക്യൂട്ട് ചെയ്യാം. ടാസ്കിങ്ങിലാണെങ്കിൽ എക്സിക്യൂഷൻ ഓഫ് മൾട്ടിപ്പിൾ പ്രോഗ്രാം സൈമിൾട്ടേനിയസ്. മൾട്ടിപ്പിൾ പ്രോഗ്രാംസ്, ഇതിൽ സിംഗിൾ പ്രോഗ്രാമിന്റെ മൾട്ടിപ്പിൾ പാർട്സും ഇത് മൾട്ടിപ്പിൾ പ്രോഗ്രാംസും ആണ് എക്സിക്യൂട്ട് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്ത്, വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്ത് there is something called a task manager. നിങ്ങൾ ആ ടാസ്ക് മാനേജർ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ക്യാൻ സീ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടാസ്ക് വിച്ച് ഈസ് ബീങ് എക്സിക്യൂട്ടഡ്. ഇഫ് യു എക്സ്പാൻഡ് ദ ടാസ്ക് മാനേജർ യു ക്യാൻ സീ ദ ഡിഫറെന്റ് ത്രെഡ്സ് ഇൻ ദ ഈച്ച് ടാസ്ക്. ഓക്കെ, അപ്പോൾ ഒരു ടാസ്ക്, അപ്പം വീഡിയോ ഡൗൺലോഡ് ചെയ്യാന്ന് പറയുന്നത് ഒരു ടാസ്ക് ആണ്. വീഡിയോ ഡൗൺലോഡ് ചെയ്ത് അത് പ്ലേ ചെയ്ത് അത് സെൻഡ് ചെയ്യുക എന്ന് പറയും, അല്ലെങ്കിൽ സ്ട്രീം ചെയ്യാന്ന് പറയുന്നത് മൾട്ടിപ്പിൾ 3 ടാസ്ക് ആണ്. വീഡിയോ ഡൗൺലോഡ് ചെയ്യുന്നു, സ്ട്രീം ചെയ്യുന്നു, പിന്നെ സെൻഡ് ചെയ്യുന്നു. ഇത് 3 ടാസ്ക് ആണ്. മൾട്ടി ടാസ്കിങ് വിൽ കം ഇൻ ദ. അതേസമയം വീഡിയോ ഡൗൺലോഡ് ചെയ്യുക എന്ന് പറയുന്നത് സിംഗിൾ ടാസ്ക് ആണ്. ആ ടാസ്കിനകത്ത് വരുന്ന സബ് ടാസ്ക് ആണ് ത്രെഡ്സ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നത്. Okay, the processor has to switch between different parts of threads of a program, and similarly task in the case has to switch between different programs or processes. Multi-threading is highly efficient, but multitasking is less efficient. Thread is the smallest unit in multi-threading. Program is the smallest unit in multitasking. Thread helps in developing efficient programs. It helps in efficient operating systems. It is cost effective in terms of context switching. It is expensive in terms of context switching. Cost effective എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്മറി വൈസ്, അതായത് മെമ്മറി ലെസ് മെമ്മറി ഉപയോഗിക്കുന്നു, പെട്ടെന്ന് എക്സിക്യൂഷൻസ് ഫിനിഷ് ആവുന്നു, ഇതൊക്കെയാണ് കോസ്റ്റ് എഫക്റ്റീവ്. എക്സ്പെൻസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ടേക്സ് മോർ മെമ്മറി, ഇറ്റ് ടേക്സ് മോർ ടൈം ടു എക്സിക്യൂട്ട്, എക്സെട്ര എക്സെട്ര. ഓക്കെ, സോ ഇൻ ജാവ you create threads in the form of an objects that contain a method called as run. Run ennu parayunna method, if you
inherit from a class called as thread, then you are basically running a multi-thread program. Run method makes up the entire body of the thread. അപ്പോൾ സിൻടാക്സ് ഇതാണ്. നിങ്ങൾ ഇതിനൊരു മെത്തേഡ് ഡിഫൈൻ ചെയ്യണം നിങ്ങളുടെ ക്ലാസ്സിനകത്ത്, വോയിഡ് റൺ. ഈ റണ്ണിനകത്ത് എന്ത് എക്സിക്യൂട്ട് ആവുന്നു, ദാറ്റ് ഈസ് ബേസിക്കലി യുവർ ത്രെഡ്. The run method must be invoked by an object of the concerned thread. This can be achieved by creating the thread and initiating it with the help of another thread called as start. So we'll see an example to explain this. ഇപ്പോൾ രണ്ട് രീതിയിൽ ജാവ ത്രെഡ് ക്രിയേറ്റ് ചെയ്യാം. By creating a thread class where you extends thread class. Thread എന്ന് പറയുന്നത് is a class in Java. Java defined class ആണ് thread. If you extend thread, basically your class is going to inherit the thread and you define the run method inside your class. Whatever is inside the run method will get executed. Okay. Next step is by converting a class to a thread. So define a class that implements runnable interface. അപ്പോൾ ഇംപ്ലിമെന്റ്സ് എന്ന് പറയുന്ന കീവേഡ് നമ്മൾ നേരത്തെ കണ്ടതാണ്. ഓക്കെ, ഇന്റർഫേസസിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ, ഒരു ക്ലാസ്സിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇംപ്ലിമെന്റ്സ് എന്ന കീവേഡ് ഉപയോഗിക്കുന്നത്. റണ്ണബിൾ എന്ന് പറയുന്ന ഒരു ഇന്റർഫേസ് ഉണ്ട്. അത് ഒരു ക്ലാസ്സിൽ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ക്രിയേറ്റ് എ ത്രെഡ് ഫോർ ദാറ്റ്. സോ റണ്ണബിൾ ഇന്റർഫേസ് ഹാസ് ഓൺലി വൺ മെത്തേഡ് റൺ, ദാറ്റ് ഈസ് ടു ബി ഡിഫൈൻഡ് ഇൻ ദ മെത്തേഡ് വിത്ത് ദ കോഡ് ടു ബി എക്സിക്യൂട്ടഡ് ബൈ ദ ത്രെഡ്. റൺ എന്ന് പറയുന്ന മെത്തേഡ് നിങ്ങൾ ആ ക്ലാസ്സിനകത്ത് ഡിഫൈൻ ചെയ്തിട്ട് അതിൻ്റെ ബോഡിക്കകത്ത് ആ ത്രെഡിനകത്ത് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ you will see that runs as a thread. So let's see an example. You see, you have defined three classes. Class A inherited from a class called as thread. So this thread is actually a Java built-in class. Okay, and then you create another class called class B. It also is extended from thread. You create another class called as class C. It is also extended from thread. And then you create a class which defines the main function. Okay. For each class, you have defined a method called as a run. Okay. So there is a run method here, class B, and in class C also there is a run method. Okay. The run method is actually defined in the thread class. In thread class will define ചെയ്തേക്കാണ് run method. അത് നിങ്ങളുടെ ക്ലാസ് എ thread ക്ലാസ്സിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്യുമ്പോൾ റൺ മെത്തേഡ് ഓവർറൈഡ് ചെയ്യും. അപ്പോൾ എന്ത് ത്രെഡിൽ റൺ ചെയ്യണം എന്നുള്ളതാണ് ഈ റൺ മെത്തേഡിനകത്ത് നമ്മൾ പറഞ്ഞേക്കുന്ന കോഡ്. ദിസ് വിൽ റൺ ആസ് എ ഡിഫറെന്റ് ത്രെഡ്. സോ thread A is from class A. So this is called as thread A. This is called as thread B. And this is called as thread C. Move thread we have defined. And there is a class which has defined the main method. Main method വെച്ചിട്ടാണ് നമ്മൾ ഈ thread എല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. So class A extends thread A where class A is inherited from thread class. Thread class is defined in Java. Inside the class, you have defined the method run. Okay, so class A is inherited from thread class and implements the run method. Thus, the run method is overridden in class A. Override ചെയ്യാന്ന് പറയുന്നത് we have seen in our previous lecture. What do you mean by overriding? So when the thread runs, whatever is there in the run method is executed. Run method എന്താണോ that will be executed when the thread runs. Okay. Similarly, you have created class B, you have created the run method, you have defined what should be done inside the run method, and you have defined class C. Again, it is also inherited from class thread. You have defined run method and you have defined what you want to do inside the thread. Okay, fine. So you have defined the thread and what should run inside the thread using these three classes. Now, the first thing that you want to do, you want to create an object of the class and start the thread. But then start you can create an object of the class by saying new A. But A എന്ന് പറയുന്നത് ഈ class ആണ്. So if you remember, we have creating an object by saying A.
let's say object A is equal to new A. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ basically you are creating an object A. Okay. Same way, you just say new A. But new A എന്ന് പറയുമ്പോൾ തന്നെ you are creating an object. ഇവിടെ object create ആയി. Then you say dot start. Okay. This is equivalent to saying object A dot start. അത് ഈ രണ്ട് സ്റ്റെപ്പ് ഒറ്റ സിംഗിൾ സ്റ്റെപ്പിലാക്കി എന്നേ ഉള്ളൂ. Okay. So you have said dot start. Start is a method which starts the thread. The start method is called using the object. Calling the start method starts thread. അപ്പോൾ ഏത് ക്ലാസിന്റെ ഒബ്ജക്റ്റ് ആണോ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് അത് dot start അടിച്ചു കഴിഞ്ഞാൽ it will start executing the thread. What do you mean by executing the thread? When it start executing the thread, it will execute whatever there is inside the run method. Run methodinകത്ത് എന്താണോ ഉള്ളത് അത് എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങും. ഓക്കെ. സിമിലർലി ഐ സേ ന്യൂ ബി ഡോട്ട് സ്റ്റാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ you create an object of class B and you started the thread. In which whatever is there inside the run method of class B will start executing. Similarly, you say new C dot start. So whatever is there inside the run method of the class C will start executing. Okay. So this is how you start the thread. Now let's see how the output is. Output looks not as we expect. Thread day start ചെയ്ത് കഴിഞ്ഞാൽ basically it should run the complete of this. എന്ന് വെച്ചാൽ it should print from thread A I is equal to 1, I is equal to 2, I is equal to 3, I is equal to 4, I is equal to 5. അത് മൊത്തം പ്രിന്റ് ചെയ്യണം. ഓക്കെ. അതുപോലെ B സ്റ്റാർട്ട് ചെയ്താൽ J equal to 1, 2, 3, 4, 5 പ്രിന്റ് ചെയ്യണം. ഓക്കെ. C സ്റ്റാർട്ട് ചെയ്താൽ K equal to 1, 2, 3, 4, 5 പ്രിന്റ് ചെയ്യണം. ഓക്കെ. അതാണ് വേണ്ടത്. അപ്പോൾ ബേസിക്കലി നമ്മൾ ത്രെഡ് ആദ്യം A സ്റ്റാർട്ട് ചെയ്തു, B സ്റ്റാർട്ട് ചെയ്തു, C സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ലോജിക്കലി സ്പീക്കിംഗ് ആദ്യം എയിലെ ഫുൾ 1, 2, 3, 4, 5 പ്രിന്റ് ചെയ്യണം. പിന്നെ ബിയിലെ J equal to 1, 2, 3, 4, 5 പ്രിന്റ് ചെയ്യണം. പിന്നെ സിയിൽ K equal to 1, 2, 3, 4, 5 പ്രിന്റ് ചെയ്യണം. ബട്ട് ഇഫ് യു ലുക്ക് അറ്റ് ദ ഔട്ട്പുട്ട് യു സി ആദ്യം സ്റ്റാർട്ട് ചെയ്തത് ത്രെഡ് ബി ആണ്. എന്നിട്ട് J equal to 1 പ്രിന്റ് ചെയ്തു. പിന്നെ ഇറ്റ് വെന്റ് ടു ത്രെഡ് എ, I equal to 1 പ്രിന്റ് ചെയ്തു. Then it went to thread C, K equal to 1 പ്രിന്റ് ചെയ്തു. Then it went back to thread A. It didn't go to thread B. It went to thread A. I equal to 2 print. Then it went to thread B. J equal to 2 print. Then instead of going to thread C, it went to thread A again and printed I equal to 3. So you see, it has switched from B to A to C to A to B, B to A. So our thread, it has done something called as a switching. It switched from thread B to A, then thread A to C, then thread A to B, then thread B to A, and it keeps on going. So it hasn't completed the execution of the complete program inside class B first. അതായത് ക്ലാസ് ബിയിലെ എന്തൊക്കെയാണോ പ്രിന്റ് ചെയ്യുന്നത് അത് കംപ്ലീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടില്ല. അത് ഓരോന്ന് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ചെയ്തിട്ട് അടുത്ത ത്രെഡിലേക്ക് പോകും. സോ ദിസ് ഈസ് കോൾഡ് ആസ് എ സ്വിച്ചിങ്. ഓക്കെ. സോ ജാവ ഇന്റർപ്രറ്റർ വിൽ ഡു ദ സ്വിച്ചിങ്. സോ ഫസ്റ്റ് ത്രെഡ് വിച്ച് എക്സിറ്റഡ് ഈസ് ത്രെഡ് എ. ഓക്കെ. ആൻഡ് ദെൻ ഇറ്റ് ഫിനിഷ് ബി ആൻഡ് എക്സിറ്റഡ് ഫ്രം ബി, ദെൻ ഇറ്റ് ഫിനിഷ് സി. ഓക്കെ. സോ ദർ ഇസ് എ സ്വിച്ചിങ് മെക്കാനിസം ഓഫ് ത്രെഡ് where the execution of threads are changed according to certain conditions. So ഇത് ഞാൻ ഒരു തവണ ജാവ പ്രോഗ്രാം റൺ ചെയ്തപ്പോൾ ഫസ്റ്റ് തവണ റൺ ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ഔട്ട്പുട്ടാണ്. വാട്ട് ഇഫ് ഐ റൺ ദ പ്രോഗ്രാം എഗെയിൻ? അപ്പം ഇതാണ് ഫസ്റ്റ് തവണ റൺ ചെയ്തപ്പോൾ ഉണ്ടായ ഔട്ട്പുട്ട് നേരത്തെ കാണിച്ചു. ഐ റാൻ ദ പ്രോഗ്രാം എഗെയിൻ സെക്കൻഡ് ടൈം. നൗ യു സീ ദ എക്സിക്യൂഷൻ ഓർഡർ ഇസ് ടോട്ടലി ഡിഫറെന്റ്. ഇത്രയും ഭാഗം ഒക്കെ സെയിം ആണ്, ബൈ ചാൻസ് സെയിം ആയി. ബട്ട് when you come to here, you see that after executing thread C here, it went to exit from A. But here, it executed thread C, then again it executed thread C, and then exited. And this part of the two running times is totally different. Okay. Here you exited from thread B, but here exited from thread C because thread C has finished. And then you exited thread B. Here the last exit was C. So, ഒരു
multi-threaded program, if you run it once, you might execute in one order. If you run it again, it will execute in different order. So why it is doing so is because which thread to run is decided by the Java interpreter depending on many conditions. ഈവൻ ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ കണ്ടീഷൻസിനെ വച്ചിട്ടാണ് ഓരോ ത്രെഡും ഷെഡ്യൂൾ ചെയ്യുന്നത്, ഏത് ത്രെഡ് എക്സിക്യൂട്ട് ചെയ്യണം എന്ന് ജാവ ഇന്റർപ്രറ്റർ തീരുമാനിക്കുന്നത്. അത് കാരണമാണ് ഓരോ തവണ റൺ ചെയ്യുമ്പോഴും ഇറ്റ് ഈസ് ഡിഫറെന്റ്. ഓക്കെ, നൗ സെയിം ആസ് ദാറ്റ് യു ക്യാൻ സ്റ്റാർട്ട് എ ത്രെഡ്, യു ക്യാൻ ഓൾസോ സ്റ്റോപ്പ് എ ത്രെഡ്. അപ്പോൾ നിങ്ങളുടെ പ്രോഗ്രാം ത്രെഡ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പോയിന്റ് വെച്ചിട്ട് നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യണം എന്ന് വിചാരിക്കും. സോ ദർ ഇസ് എ മെത്തേഡ് കോൾഡ് ആസ് സ്റ്റോപ്പ്. സോ യു സേ the object dot stop, it will stop. ഇനി നിങ്ങൾക്ക് ത്രെഡ് സ്റ്റോപ്പ് ചെയ്യണ്ട, കുറച്ച് സമയത്തേക്ക് ഒന്ന് വെയിറ്റ് ചെയ്യിപ്പിച്ചാൽ മതി. ബാക്കിയുള്ള ത്രെഡ് എക്സിക്യൂട്ട് ആയിക്കോട്ടെ, എൻ്റെ ത്രെഡിന് മാത്രം വെയിറ്റ് ചെയ്യുക. അതിനാണെങ്കിൽ ദർ ഇസ് മെത്തേഡ് കോൾഡ് സ്ലീപ്പ്, സസ്പെൻഡ് ആൻഡ് വെയിറ്റ്. അങ്ങനെയാണെങ്കിൽ ഇറ്റ് വിൽ sleep means the thread will sleep for some time, suspend means the thread will get suspended, wait means the thread will be waiting for some other input. And you can resume the thread running by resume or notify methods. Okay, so this is how the different methods in thread. Okay, so I hope you have understood. Next part, it will take some time, so I hope you have understood what I have said. So I think it is now time to mark your attendance, and if you are present, please mark your attendance. So I'll give you 5 minutes. അടുത്ത 5 മിനിറ്റിനകം പ്ലീസ് മാർക്ക് യുവർ അറ്റൻഡൻസ്. Okay, so let us continue with our presentation. ഓക്കെ, ഇനിയാണ് നമ്മുടെ കഥ വരാൻ പോകുന്നത്. ഞാൻ പറഞ്ഞ കഥ ഓർക്കുക, ജാവാദ്വീപിലെ നൂലുകൾ, ത്രെഡ്സ് ഇൻ ജാവ. അപ്പം ആ കഥയിൽ മലയാളി കുടുംബം ജാവാദ്വീപിൽ ജീവിക്കുന്നു. മലയാളി കുടുംബത്തിന്റെ നാഥനായ അഞ്ഞൂറാൻ്റെ മക്കളായ മായൻകുട്ടി, ജോസുകുട്ടി, തോമസ് കുട്ടി. ഓക്കെ, അപ്പം അഞ്ഞൂറാൻ എല്ലാ ദിവസവും അഞ്ഞൂറാനും കുറേയധികം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ മക്കൾക്ക് വേണ്ടി കൊടുക്കും. അപ്പോൾ ഒരു ദിവസം അഞ്ഞൂറാൻ മൂത്ത മകനായ മായൻകുട്ടിയെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ മായൻകുട്ടി, ഈ കുറച്ച് സാധനങ്ങൾ, ഭയങ്കര സിമ്പിൾ സ്റ്റോറിയാണ്, വലിയ രീതിയിലുള്ള സ്റ്റോറി ഒന്നുമില്ല, ടൈം ട്രാവലിങ്ങോ അതുപോലെയുള്ള ഡാർക്ക് പോലെയുള്ള TV സീരീസ് പോലെയുള്ളതോ എൻ ഗെയിം പോലെയുള്ള ആക്ഷൻസോ ഒന്നും ഉണ്ടാവില്ല. സിമ്പിളായ സ്റ്റോറിയാണ്, അത്രേ ഉള്ളൂ. കടയിൽ സാധനം മേടിക്കാൻ പോകണം, അതാണ് സ്റ്റോറി ലൈൻ. അപ്പോൾ അഞ്ഞൂറാൻ ഒരു ദിവസം രാവിലെ മായൻകുട്ടിയെ വിളിച്ചിട്ട് പറഞ്ഞു, മായൻകുട്ടി, നീ ഇന്ന് കടയിൽ പോയി കുറച്ച് സാധനങ്ങൾ മേടിക്കണം.
മായൻകുട്ടി ചോദിച്ചു എന്താണ് അച്ഛാ സാധനങ്ങൾ മേടിക്കേണ്ടത്. സാധനങ്ങൾ ഇതൊക്കെയാണ്. ഒന്ന് ചായപ്പൊടി, ഓക്കെ, അരി, ഗോതമ്പ്, ഒരു ലാപ്ടോപ്പ്, ഒരു മൊബൈൽ ഫോൺ, പിന്നെ ഒരു 42 സൈസിൻ്റെ ഒരു ഷർട്ട്. ഇത്രയാണ് മേടിക്കേണ്ടത്. ഇതാണ് ലിസ്റ്റ്. ഇത് നീ പോയി മേടിക്കണം എന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾക്കറിയാം, ചായപ്പൊടിയും അരിയും കിട്ടുന്ന സ്ഥലത്ത് നിന്ന് ലാപ്ടോപ്പും മൊബൈലും കിട്ടത്തില്ല. ലാപ്ടോപ്പും മൊബൈലും കിട്ടുന്ന സ്ഥലത്ത് നിന്ന് ഷർട്ടും കിട്ടത്തില്ല. ഇത് മൂന്നും ഇത് ഒരു കടയിൽ നിന്ന് മേടിക്കണം. ലാപ്ടോപ്പും മൊബൈലും മിക്കവാറും വേറെ കടയായിരിക്കും, ഷർട്ട് വേറെ കടയാണ്. നമ്മളിവിടെ അസ്യൂം ചെയ്യുന്നത് ജാവാദ്വീപിൽ ഷോപ്പിംഗ് മോൾസ് ഒന്നുമില്ല, മൾട്ടി കോംപ്ലക്സ് ആയിട്ടുള്ള കടകളൊന്നുമില്ല. സാധാരണ ജനങ്ങൾ ജീവിക്കുന്ന രീതിയിലുള്ള ജീവിതമാണ് അവരും ജീവിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ മായൻകുട്ടി, ഇത് മായൻകുട്ടിയോടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ മായൻകുട്ടി ചിന്തിക്കുന്നത് എന്താണ്? അതായത് ഞാൻ ഈ സാധനങ്ങൾ മേടിക്കണമെങ്കിൽ ഞാൻ 3 കട കയറി ഇറങ്ങണം. അതായത് ആദ്യം പലചരക്ക് കടയിൽ പോകണം, ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് ഒരു കമ്പ്യൂട്ടർ ആക്സസറി കടയിൽ പോകണം, പിന്നെ അത് കഴിഞ്ഞ് ഒരു ടെക്സ്റ്റൈൽ കടയിൽ പോകണം. ഈ 3 കടയിലാണ് എനിക്ക് പോകേണ്ടത്. അപ്പം അത് ചെയ്യാതെ എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അപ്പം ഈ സഹോദരങ്ങളെല്ലാവരും ഭയങ്കര സന്തോഷത്തോടെയും അനുസരണയോടും ജീവിക്കുന്ന സഹോദരങ്ങളാണ്. മായൻകുട്ടി, ജോസുകുട്ടി, തോമസ് കുട്ടി. മായൻകുട്ടി, ജോസുകുട്ടി, തോമസ് കുട്ടി. മായൻകുട്ടിയാണ് മൂത്തത്. മായൻകുട്ടി പറഞ്ഞാൽ ബേസിക്കലി ജോസുകുട്ടിയും തോമസ് കുട്ടിയും അനുസരിക്കും എന്നാണ് വെപ്പ്. അനുസരിക്കും എന്ന് നമുക്കിവിടെ അനുമാനിക്കാം. അപ്പോൾ മായൻകുട്ടി ഇപ്പം എന്ത് ചെയ്യും? മായൻകുട്ടി പറയും ജോസുകുട്ടിയോട്, ഒരു കാര്യം ചെയ്യും, ഞാൻ പലചരക്ക് കടയിൽ പോവാം, ജോസുകുട്ടി കമ്പ്യൂട്ടർ കടയിൽ പോവാം, തോമസ് കുട്ടി ടെക്സ്റ്റൈൽ കടയിൽ പോവാം. കാരണം ഈ 3 ഒരുമിച്ച് ഒരു കടയിൽ കിടത്തില്ല. അപ്പം ഈ ലിസ്റ്റിൽ ഇത്രയും കാര്യങ്ങൾ മായൻകുട്ടി ഓരോരുത്തർക്കായിട്ട് വിരിച്ചു കൊടുത്തു. ദിസ് ഈസ് കോൾഡ് ആസ് ത്രെഡിങ്. അതായത് സിംഗിൾ ടാസ്ക് ആണ്. ടാസ്ക് എന്താ? ടാസ്ക് ഈസ് യു വാണ്ട് ടു ബൈ ഐറ്റംസ്. അഞ്ഞൂറാനാണ് മെയിൻ ത്രെഡ്. അഞ്ഞൂറാനിൻ്റെ മെയിൻ ടാസ്ക് എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വരിക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ആ സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വരാനുള്ളതിനെ അഞ്ഞൂറാൻ മായൻകുട്ടിയെ ഏൽപ്പിക്കുന്നു. മായൻകുട്ടി അത് ജോസ് കുട്ടി, തോമസ് കുട്ടിയെ ഏൽപ്പിക്കുന്നു. ആൻഡ് ഇത് ഇപ്പം ഈ ടാസ്കിനകത്ത് ഇപ്പം ചായപ്പൊടി, അരി, ഗോതമ്പിന് പകരം ചായപ്പൊടി, അരി, ഗോതമ്പ്, ലാപ്ടോപ്പ്, മൊബൈലിന് പകരം നമ്മൾ പറയാം. ഇപ്പം അഞ്ഞൂറാൻ പറഞ്ഞു എനിക്ക് ലാപ്ടോപ്പ്, മൊബൈൽ അല്ല വേണ്ടത്, ഇപ്പം മഞ്ഞൾപ്പൊടി അങ്ങനത്തെ കാര്യങ്ങളാണ് വേണ്ടതെങ്കിൽ മായൻകുട്ടി ഇത് ജോസ് കുട്ടിയും തോമസ് കുട്ടിയും ഏൽപ്പിക്കില്ലായിരുന്നു. കാരണം അത് ആ സിംഗിൾ കടയിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇത് 3 അതായത് പലചരക്ക് കടയിൽ നിന്നും കമ്പ്യൂട്ടർ കടയിൽ നിന്നും ടെക്സ്റ്റൈൽ കടയിൽ നിന്നും വരുത്തേണ്ടതായത് കൊണ്ട് മാത്രമാണ് ജോസ് കുട്ടിയും തോമസ് കുട്ടിയും ഇത് ഏൽപ്പിച്ചത്. So now we'll see what is the thread life cycle. Okay, so thread has something called as a newborn state, running state, runnable state, dead state and block state. Okay, newborn state എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വച്ചാണ് അഞ്ഞൂറാൻ ഡിസൈഡ് ചെയ്യുന്നത് എന്താ, എനിക്ക് സാധനങ്ങൾ മേടിക്കണം എന്ന് ഡിസൈഡ് ചെയ്യുന്നത് ഇവിടെ വച്ചാണ്. സോ ദാറ്റ് ഈസ് കോൾഡ് ആസ് ന്യൂബോൺ സ്റ്റേറ്റ്. ഒരു ത്രെഡ് സ്റ്റാർട്ട് അല്ലെങ്കിൽ ത്രെഡിന്റെ ക്ലാസ് വെച്ച് നമ്മൾ ആ ത്രെഡിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് കോൾഡ് ആസ് എ ന്യൂബോൺ സ്റ്റേറ്റ്. അപ്പം ഈ ന്യൂബോൺ സ്റ്റേറ്റിൽ ത്രെഡ് ജനിക്കുന്നേ ഉള്ളൂ. ത്രെഡ് ഈസ് നോട്ട് എറ്റ് ഷെഡ്യൂൾഡ് ഫോർ റണ്ണിങ് ഇൻ ദി സ്റ്റേറ്റ്. ത്രെഡ് ഓടാൻ തുടങ്ങിയിട്ടില്ല. അതായത് മായൻകുട്ടിയുടെ ബ്രദേഴ്സിനോടോ ഇത് പോയി മേടിക്കണമെന്നോ അല്ലെങ്കിൽ ഇത് മേടിച്ചുകൊണ്ടിരിക്കണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അഞ്ഞൂറാന് തോന്നി സാധനങ്ങൾ മേടിക്കണമെന്ന് തോന്നി. ദാറ്റ് ഈസ് കോൾഡ് ആസ് എ ന്യൂബോൺ സ്റ്റേറ്റ്. ഫ്രം ന്യൂബോൺ സ്റ്റേറ്റ് the thread can go to runnable state or dead state. Okay, നോക്കാം. runnable state.
അപ്പോൾ വൺസ് ന്യൂ ബോൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ദെൻ അഞ്ഞൂറാൻ ടോക്സ് ടു മായൻകുട്ടി ദാറ്റ് യു ഷുഡ് ഡു ഫോളോയിങ് തിങ്സ്. ചായപ്പൊടി, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ, ഷർട്ട്, ഇത്രയും കാര്യങ്ങൾ മേടിക്കണം എന്ന് മായൻകുട്ടിയോട് പറഞ്ഞു. അപ്പം മായൻകുട്ടി റെഡിയാണ്. ഓക്കെ, അപ്പം മായൻകുട്ടി അത് ബാക്കിയുള്ള തോമസ് കുട്ടിയോടും ജോസ് കുട്ടിയോടും പറഞ്ഞു. സോ അവർ ത്രെഡ്സ് ആർ ബേസിക്കലി, ഫസ്റ്റ് ത്രെഡ് ഈസ് അഞ്ഞൂറാൻ, സെക്കൻഡ് ത്രെഡ് ഈസ് മായൻകുട്ടി, തേർഡ് ത്രെഡ് ഈസ് ജോസ് കുട്ടി, ആൻഡ് ഫോർത്ത് ത്രെഡ് ഈസ് തോമസ് കുട്ടി. ഇങ്ങനെ 4 ത്രെഡ് വന്നു. ഓക്കെ, അപ്പം ഈ 4 ത്രെഡും റെഡിയാണ്. റെഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ പോയി മേടിക്കാൻ റെഡിയാണ്. 500 മെയിൻ ത്രെഡ്, 500 തൽക്കാലം മേടിക്കുന്നില്ല, പക്ഷെ ഈ 3 ത്രെഡും റെഡിയാണ്. അപ്പൊ 500 മെയിൻ ത്രെഡ്. മായൻകുട്ടി, ജോസഫ്, തോമസ് കുട്ടിയാണ് സബ് ത്രെഡ്സ്. അപ്പം ഇവര് റെഡി ഫോർ ബൈയിങ്. സോ ദാറ്റ് ഈസ് കോൾഡ് ആസ് റണ്ണബിൾ സ്റ്റേറ്റ്. അപ്പൊ ആരെങ്കിലും പറയാണ്, അപ്പം മായൻകുട്ടി ജോസ് കുട്ടിയോട് പറഞ്ഞപ്പോൾ ജോസ് കുട്ടി പറയാണ് പറ്റില്ല ചേട്ടാ, എനിക്ക് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ he will not be in runnable state. He will still be in something called a block state. Okay, അല്ലെങ്കിൽ dead state. We'll see that again. അപ്പോൾ കറന്റ് എല്ലാ ത്രെഡും റണ്ണബിൾ ആണ്. സോ ത്രെഡ് ഈസ് വെയിറ്റിംഗ് ഫോർ ദ പ്രൊസസ്സർ. അതായത് പോയി മേടിക്കാൻ റെഡിയാണ്. ഇനിയൊരു എല്ലാവരും കൂടെ ഒരുമിച്ച് വേണമെങ്കിൽ ഒരു കാറിൽ പോയി അല്ലെങ്കിൽ ബൈക്കിൽ പോയി മേടിക്കുകയാണ്. ബൈക്ക് റെഡി ആയി കഴിഞ്ഞാൽ അപ്പോൾ പോയി മേടിക്കും. സോ ദേ ആർ വെയിറ്റിംഗ് ഫോർ ദ പ്രൊസസ്സർ, ദേ ആർ വെയിറ്റിംഗ് ഫോർ ദ വെഹിക്കിൾ. Depending on the priority, different threads run runnable starts executing. Once processor is ready, the runnable thread will be placed into running state depending on the priority. Once ആ ത്രെഡ് റെഡി ആയി, അതായത് ബൈക്ക് എത്തി അല്ലെങ്കിൽ കാർ എത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ they will be running. എന്നുവെച്ചാൽ ഓടുന്നു, കടയിൽ പോകുന്നു, മേടിക്കുന്നു. Next, it is something called as a running state. This state is where the task actually get executed. എന്ന് വെച്ച് കഴിഞ്ഞാൽ മായൻകുട്ടിയും തോമസ് കുട്ടിയും ജോസ് കുട്ടിയും കടയിലെത്തി സാധനങ്ങൾ മേടിക്കുന്നു. മായൻകുട്ടി പലചരക്ക് കടയിലെത്തുന്നു, ചായപ്പൊടിയും അരിയും ഗോതമ്പും മേടിക്കുന്നു. ജോസ് കുട്ടി കമ്പ്യൂട്ടർ കടയിലെത്തുന്നു, കമ്പ്യൂട്ടറും ലാപ്ടോപ്പും മൊബൈലും മേടിക്കുന്നു. തോമസ് കുട്ടി ടെക്സ്റ്റൈൽ ഷോപ്പിലെത്തുന്നു, ഷർട്ട് മേടിക്കുന്നു. Where that task is carried out, that is called as the running state. Okay, in running state the processor has given time thread for execution. അതായത് ആ ത്രെഡ് എന്താണോ ചെയ്യേണ്ടത് ആ ചെയ്യാനുള്ള സമയം പ്രോസസ്സർ കൊടുത്തു എക്സിക്യൂട്ട് ചെയ്യാൻ. That is called as the running state. Now the running thread will be moved to block state if any one of the following occurs. Thread is suspended using suspend, thread is made to sleep using sleep, or thread is put to wait using wait. We'll see that. അപ്പോൾ റണ്ണിങ് സ്റ്റേറ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആ ടാസ്ക് എക്സിക്യൂട്ട് ചെയ്യുന്ന സ്റ്റേറ്റ് ആണ് റണ്ണിങ് സ്റ്റേറ്റ്. ഓക്കെ, അപ്പം സാധനങ്ങൾ മേടിച്ചുകൊണ്ടിരിക്കുന്നു, കടയിലേക്ക് പോകുന്നു, കടക്കാരൻ സാധനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നു. അതാണ് റണ്ണിങ് സ്റ്റേറ്റ്. ഇനി ബ്ലോക്ക് സ്റ്റേറ്റ്, ഇവിടെയാണ് നമ്മുടെ ഗസ്റ്റ് അപ്പിയറൻസ് വരുന്നത്. ഓക്കെ, ഇൻ ബ്ലോക്ക് സ്റ്റേറ്റ് ത്രെഡ് ഈസ് പ്രിവെന്റഡ് ഫ്രം എൻറ്ററിങ് ഇൻ ടു റണ്ണബിൾ സ്റ്റേറ്റ് ആൻഡ് റണ്ണിങ് സ്റ്റേറ്റ്. അപ്പോൾ മായൻകുട്ടി കടയിൽ പോയി, പലചരക്ക് കടയിലാണ് പോയത്. ആദ്യം കടക്കാരനോട് അരി വേണമെന്ന് പറഞ്ഞു, അല്ല ചായപ്പൊടി വേണമെന്ന് പറഞ്ഞു. കടക്കാരൻ 3 റോസസ് ചായപ്പൊടി തന്നെ എടുത്തു കൊടുത്തു. അപ്പോഴാണ് നമ്മുടെ ഗസ്റ്റ് ആയിട്ടുള്ള ഭരതൻ എസ് ഐ വരുന്നത്. അപ്പോൾ ഭരതൻ എസ് ഐ ആളൊരു മുരടനാണ്, ദേശക്കാരനാണ്. അയാൾ പറയുന്ന അപ്പം തന്നെ കിട്ടണം. ഭരതൻ എസ് ഐ ഈ മായൻകുട്ടിക്കുള്ള സാധനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന കടക്കാരനോട് പറഞ്ഞു, ഭരതൻ എസ് ഐ പറഞ്ഞു, എടോ എനിക്ക് 2 പാക്കറ്റ് കോലുമിഠായി വേണമെന്ന് പറഞ്ഞു. അപ്പം കടക്കാരന് ഭരതൻ എസ് ഐയെ തള്ളി പറയാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഭരതൻ എസ് ഐയോട് പറയാൻ പറ്റത്തില്ല, സാറൊന്ന് വെയിറ്റ് ചെയ്യണം, ഞാൻ മായൻകുട്ടിക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഭരതൻ എസ് ഐ ഭയങ്കര ദേശക്കാരനും പ്രശ്നക്കാരനുമാണ്. അപ്പം നമ്മുടെ കടക്കാരൻ എന്ത് ചെയ്യും, മായൻകുട്ടിക്ക് എടുത്തുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ സ്റ്റോപ്പ് ചെയ്തിട്ട് ഭരതൻ എസ് ഐക്ക് വേണ്ടിയിട്ടുള്ള കോലുമിഠായി എടുത്തു കൊടുക്കും. ഓക്കെ, സോ മായൻകുട്ടി വിൽ നൗ ബി ഇൻ സംതിങ് കോൾഡ് ആസ് എ ബ്ലോക്ക് സ്റ്റേറ്റ്. അതായത് മായൻകുട്ടിയുടെ ടാസ്ക് അവിടെ ബ്ലോക്കായി. സോ ദാറ്റ് ഈസ് കോൾഡ് ആസ് ബ്ലോക്ക് സ്റ്റേറ്റ്. ഇനി ഭരതൻ എസ് ഐ പോയി കഴിഞ്ഞാലേ
മായൻകുട്ടിയുടെ ടാസ്ക് വീണ്ടും റെസ്യൂം ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ എ ത്രെഡ് ഈസ് മൂവ് ടു ബ്ലോക്ക് സ്റ്റേറ്റ് ഇഫ് ഇറ്റ് ഈസ് വെയിറ്റിംഗ് ഫോർ സം ഇവന്റ് ഓർ ഇസ് സസ്പെൻഡഡ് ഓർ ഇസ് പുട്ട് അണ്ടർ സ്ലീപ്പ്. ഭരതൻ എസ് ഐ എന്ന് പറയുന്ന ആൾക്ക് ഹൈ പ്രയോറിറ്റി ആണ്, മായൻകുട്ടിയുടെ അത്ര പ്രയോറിറ്റി ഇല്ല. അപ്പൊ അത് കാരണം ഹൈ പ്രയോറിറ്റി ഉള്ള ഭരതൻ എസ് ഐയെ മാനേജ് ചെയ്തിട്ട് പിന്നെ മായൻകുട്ടിയിലേക്ക് വരുള്ളൂ. ഇനി വേറെ സിറ്റുവേഷൻ വരാം. കടക്കാരൻ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1 മണി ആകുമ്പോഴാണ് ഭക്ഷണം കഴിക്കാൻ പോകുന്നത്. മായൻകുട്ടിക്ക് സാധനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പം കൃത്യം 1 മണിയുടെ ക്ലോക്ക് അടിച്ചു കഴിഞ്ഞാൽ കടക്കാരൻ പറയും, സോറി 1 മണിയായി, ഞാൻ ഇനി കഴിച്ചു കഴിഞ്ഞിട്ട് എടുത്തു കൊടുക്കുമെന്ന് പറയും. അപ്പൊ അങ്ങനെ ചായപ്പൊടി മാത്രം എടുത്തു കൊടുത്തിട്ട് മായൻകുട്ടിയെ വെയിറ്റ് ചെയ്ത് നിർത്തിയിട്ട് കടക്കാരൻ കഴിക്കാൻ പോകും. സോ ദാറ്റ് ഈസ് ബൈ ദ വെയിറ്റ് സ്റ്റേറ്റ്. സോ നൗ ദ മായൻകുട്ടി ത്രെഡ് വിൽ ബി ഇൻ ദ വെയിറ്റ് സ്റ്റേറ്റ്. ഹയർ പ്രയോറിറ്റി വന്നു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ഡു ഇൻ സംതിങ് കോൾഡ് ആസ് എ സസ്പെൻഡ്. സിമിലർലി you can go to a sleep state. So running thread will move to runnable running state if resume or notify event has occurred. ഇനി വൺസ് ഭരതനസായി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ദെൻ കടക്കാരൻ പറയും, സോറി മായൻകുട്ടി, ഭരതനസായി വന്ന കാരണമാണ് ഞാൻ എടുത്തു കൊടുത്തത്, ഇനിയിപ്പോൾ താങ്കളുടെ അല്ലെങ്കിൽ നിന്റെ സാധനങ്ങൾ ഇപ്പം പെട്ടെന്ന് തന്നെ എടുത്തു തരാം എന്ന് പറഞ്ഞിട്ട് ഓരോന്നോരോന്നായിട്ട് എടുത്തു കൊടുക്കും. ഓക്കെ, സോ ദെൻ മായൻകുട്ടി വിൽ ബി ഗോയിങ് ബാക്ക് ടു ദ റണ്ണബിൾ സ്റ്റേറ്റ്. മായൻകുട്ടി റണ്ണബിൾ സ്റ്റേറ്റിൽ പോകും, പിന്നെ അവിടെ നിന്ന് റണ്ണിങ് സ്റ്റേറ്റിൽ പോകും. ഇഫ് ബ്ലോക്ക് സ്റ്റേറ്റ് the thread is not dead, it will be dead only if stop method is called. മായൻകുട്ടി ബ്ലോക്ക് സ്റ്റേറ്റിലായിരുന്നപ്പം മായൻകുട്ടിയുടെ ത്രെഡ് എക്സിക്യൂഷൻ ഡെഡ് അല്ല, അതായത് മായൻകുട്ടിക്ക് ഈ സാധനങ്ങൾ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. സോ ഹി ഈസ് നോട്ട് ഡെഡ്. പക്ഷേ ഭരതനസയ്ക്ക് വേണ്ടി വെയിറ്റ് കൊണ്ടിരുന്നപ്പം പെട്ടെന്ന് അഞ്ഞൂറാൻ പറയുകയാണ്, ഫോം വിളിച്ചിട്ട് പറയാണ്, ഇത് വേണ്ട, നമുക്ക് അത്രയും മതി, നീ പെട്ടെന്ന് പോരൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ടാസ്ക് ഈസ് ഡെഡ്. ആരുടെയോ ഒരാളുടെ ഓഡിയോ അൺമ്യൂട്ട് ആണ്, ആരുടെയാണെന്നറിയില്ല. ആരുടെയെങ്കിലും അൺമ്യൂട്ട് ആണെങ്കിൽ പ്ലീസ് മ്യൂട്ട് ചെയ്യാം. ഓക്കെ, സോ ദാറ്റ് ഈസ് കോൾഡ് ആസ് ബ്ലോക്ക്. നൗ ദ ലാസ്റ്റ് സ്റ്റേറ്റ് ഈസ് കോൾഡ് ആസ് ഡെഡ് സ്റ്റേറ്റ്. ഇനി ഡെഡ് സ്റ്റേറ്റ് രണ്ട് രീതിയിൽ വരാം. ആദ്യമേ അഞ്ഞൂറാൻ ടാസ്ക് കൊടുക്കുമ്പം ടാസ്ക് അഞ്ഞൂറാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അഞ്ഞൂറാൻ വിചാരിക്കുകയാണോ വേണ്ട ഇവർ കൊടുക്കണം, ഞാൻ തന്നെ പോയി മേടിച്ചോളാം എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ആസ് ഡെഡ് സ്റ്റേറ്റ്. ഇനി മായൻകുട്ടിയോ തോമസ് കുട്ടിയോ ജോസ് കുട്ടിയോ ബ്ലോക്കായി നിൽക്കുമ്പം അഞ്ഞൂറാൻ ഫോം വിളിച്ച് പറയാണ്, ഓക്കെ നിങ്ങൾ മേടിച്ച തൽക്കാലം മതി, തിരിച്ചു പോരും എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ത്രെഡ് വിൽ ഗോ ടു ഡെഡ് സ്റ്റേറ്റ്, കാരണം ടാസ്ക് സ്റ്റോപ്പായി. Okay, now dead state is done using the stop method. Okay, stop method call ചെയ്യുമ്പോഴാണ് dead state ലേക്ക് പോകുന്നത്. So thread is ended in dead state. It is dead either by finishing execution run method or calling the stop method. ഇതാണ് ത്രെഡിന്റെ ലൈഫ് സൈക്കിൾ. സോ നിങ്ങൾക്ക് ജാവയിലെ നൂലുകൾ എന്ന് പറയുന്ന കഥ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആ കഥ ഓർമ്മയുണ്ടെങ്കിൽ I think you will be able to draw this diagram. Okay. So whenever it is in block state, that I will tell in the next slide, there is something called thread priority. എന്ന് വെച്ചാൽ മായൻകുട്ടി ചെയ്തുകൊണ്ടിരുന്നപ്പം മായൻകുട്ടിക്ക് വേണ്ടി സാധനങ്ങൾ എടുത്തുകൊണ്ടിരുന്നപ്പം ഭരതനസൈ വന്നപ്പോഴാണ് മായൻകുട്ടിക്കുള്ള സാധനങ്ങളുടെ ഇത് സ്റ്റോപ്പ് ചെയ്തിട്ട് കടക്കാരൻ ഭരതനസയിലേക്ക് തിരിഞ്ഞു. കാരണം ഭരതനസയ്ക്കുള്ള പ്രയോറിറ്റി അവിടെ കൂടുതലായിരുന്നു. സോ ദർ ഈസ് എ പ്രയോറിറ്റി ഫോർ ഈച്ച് ത്രെഡ്. ഭരതനസൈ ഈസ് അനദർ ത്രെഡ്. So that thread has higher priority. So every thread can be assigned a priority. Okay. So whenever we create a thread in Java, it always has some priority assigned to it. Accepted value of priority is in the range of 1 to 10. Okay. Minimum priority is 1. Normal priority is 5. Maximum priority is 10. Bharadhanasai was of maximum priority. And Mayanguti was of normal priority. മായൻകുട്ടിക്ക് സാധനങ്ങൾ എടുത്തുകൊണ്ടിരുന്നപ്പം വളരെ ഒരു 5 വയസ്സോ 10 വയസ്സോ ഉള്ള ഒരു ചെറിയ ചെക്കൻ വന്നിട്ട് കേണ്ട ഒരു ടൂത്ത് പേസ്റ്റ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടക്കാൻ ശ്രദ്ധിക്കില്ല. കാരണം മായൻകുട്ടിക്കാണ് ആ ചെറിയ ചെക്കനേക്കാളും പ്രയോറിറ്റി. സോ ഹി വിൽ നോട്ട് അറ്റൻഡ് ദ പേഴ്സൺ ഓഫ് ലോവർ പ്രയോറിറ്റി. സോ ഇഫ് എ ത്രെഡ് ഈസ് ഇൻ റണ്ണിങ് സ്റ്റേറ്റിലാണ് ത്രെഡ് എങ്കിൽ
If a high priority thread comes, the low priority thread will be put to the runnable state and high priority thread will get executed. Okay. So during the thread lifecycle, there will be multiple threads in the runnable state waiting to go into running state. The Java system executes the thread with the maximum priority. A thread of lower priority gain control, one of the following things will happen. It stops running at the end of run. It is made to sleep during sleep. It is told to wait using wait. അപ്പോൾ മായൻകുട്ടിക്ക് സാധനങ്ങൾ എടുത്തുകൊണ്ടിരുന്നപ്പം മായൻകുട്ടിയുടെ ത്രെഡിന് ലോ പ്രയോറിറ്റി ഭരതനസയുടെ ത്രെഡിനേക്കാളും ലോ പ്രയോറിറ്റി ആയത് കാരണം മായൻകുട്ടിയുടെ ത്രെഡ് വിൽ ബി പുട്ട് ഇൻ ടു എ സസ്പെൻഡ് ഓർ വെയിറ്റ് ഓർ റൺ state and Bharathanasai thread will get executed. Okay, this is something called as preemption. അതായത് ഓൾറെഡി എക്സിക്യൂട്ട് ചെയ്യുന്ന ത്രെഡിനെ സ്റ്റോപ്പ് ചെയ്തിട്ട് വേറൊരു ത്രെഡിനെ കടത്തി വിട്ടു. ദാറ്റ് ഇസ് കോൾഡ് ആസ് പ്രീഎംഷൻ. പ്രീഎംപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യുക, വേറെ എന്തിനോ വേണ്ടിയിട്ട് സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ, സോ ദ ലോ പ്രയോറിറ്റി ത്രെഡ് വിൽ ബി മൂവ് ടു റണ്ണബിൾ സ്റ്റേറ്റ്. റണ്ണബിൾ സ്റ്റേറ്റിലേക്ക് മൂവ് ചെയ്യും. അതായത് ഹയർ പ്രയോറിറ്റി ത്രെഡ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഇനി ലോ പ്രയോറിറ്റി ത്രെഡിനെ അറ്റൻഡ് ചെയ്യുള്ളൂ. ഭരതനസായി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ മായൻകുട്ടിയെ ഇനി അറ്റൻഡ് ചെയ്യുള്ളൂ. ഓക്കെ, പക്ഷെ മായൻകുട്ടി റണ്ണിങ് സ്റ്റേറ്റിലായിരുന്നു. ഭരതനസായി വന്നപ്പം ഭരതനസയ്ക്ക് ഹയർ പ്രയോറിറ്റി ത്രെഡ് ആയത് കാരണം ഭരതനസയെ റണ്ണിങ് സ്റ്റേറ്റിലേക്ക് മാറ്റിയിട്ട് മായൻകുട്ടിയെ റണ്ണബിൾ സ്റ്റേറ്റിലേക്ക് മാറ്റി, അല്ലെങ്കിൽ ബ്ലോക്ക് സ്റ്റേറ്റിലേക്ക് മാറ്റി. ഇനി ഭരതനസയുടെ കാര്യങ്ങൾ നോക്കിയിട്ട് മായൻകുട്ടിയുടെ കാര്യങ്ങൾ നോക്കത്തുള്ളൂ. ഓക്കെ, so that is thread priority. So you can set the thread priority in Java using set priority. You can also know the thread priority using get priority. There is another way of running thread which is using runnable interface. So you implemented, so that is there in this package. So runnable interface declares a run method that is required for implementing threads in the programs. Steps for implementing runnable interface discussed in the few slides. So just like we saw how we can extend thread class, you define something called as implements runnable. So runnable is an interface. Okay, then you say what you want to do in the thread inside the run method. Okay, and then you create a new object of the class X called as runnable X. Then you create a new object for the class thread with runnable X acts as its initial value. Okay, and then you start the thread. That will start the new thread. Now I think this is the last slide. So there is something called inter-thread communication. രണ്ട് ത്രെഡ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ you need to exchange some messages between two or more threads. Java implements inter-thread communication with the help of following methods: notify, notify all, wait. അപ്പോൾ നോട്ടിഫൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ത്രെഡിനോടും പറയാണ് ഇതാണ് മെസ്സേജ് എന്ന് പറയാം, അല്ലെങ്കിൽ നോട്ടിഫൈ എന്ന് പറഞ്ഞാൽ ഈ പർട്ടിക്കുലർ ത്രെഡിനോട് പറയാണ് ഇതാണ് മെസ്സേജ്. നോട്ടിഫൈ ഓൾ എന്ന് പറഞ്ഞാൽ എല്ലാ ത്രെഡിനോടും പറയാണ് ദിസ് ഈസ് ദ മെസ്സേജ്. വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഇറ്റ് ഈസ് സെൻഡിങ് calling the thread in sleep mode. Once can also specify the time for which thread has to wait. Okay, അപ്പം ഭരതനസൈ വന്നു കഴിയുമ്പോൾ എത്ര സമയം വെയിറ്റ് ചെയ്യണം എന്നുള്ളത് വേണമെങ്കിൽ കടക്കാരന് നമ്മുടെ മായൻകുട്ടിയോട് പറയാം. Okay, so this is inter-thread communication, or basically this is our story, Javaദ്വീപിലെ നൂലുകൾ. So there are some questions for you. You can answer them in your notebook and submit to me when you come back. Now, is there any questions regarding whatever I have explained? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? Okay, so